അസ്സലാമലൈക്കും, വെൽക്കം ടു ജയം ട്രിപ്ലെറ്റ്സ്. ഞാനപ്പോൾ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇതാണ് അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതപ്പൊടി. ആദ്യം ഒരു മിക്സിയിലേക്ക് ജാറിലേക്ക് ഒരു ചെറിയ ബൗള് അമൃതപ്പൊടി ഇടുക. അമൃതപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് ആ ബൗളിൽ തന്നെ പാല് അല്ലെങ്കിൽ പച്ചവെള്ളം ചേർക്കുക. അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പ്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അടിച്ചതിന് ശേഷം 10 മിനിറ്റ് നേരം റെസ്റ്റിന് വെക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ കുട്ടി ദോശ ആയിക്കാണ്ട് ഒഴിച്ച് കൊടുക്കുക. ചെറിയ ബോൾസ് വരുമ്പോൾ അടച്ച് വെക്കുക. പ്രധാന ദോശ നല്ലതായിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും അതുപോലെ ചുട്ടെടുക്കാം. അമൃതപ്പൊടി കൊണ്ടുള്ള കുട്ടി ദോശ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്കും നമുക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് നമ്മൾ മക്കൾക്ക് കൊടുത്തു നോക്കാം. അവരുടെ റിയാക്ഷൻ കാണാം. എല്ലാവർക്കും പറ്റിയിരിക്കുന്നു. 3 പേരും വാങ്ങി കഴിക്കലും തുടങ്ങി. ഇപ്പോൾ വീട്ടിൽ ഇതുപോലെ അമൃതപ്പൊടി ബാക്കിയുണ്ടെങ്കിൽ, അമൃതപ്പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വിറകി കൊടുക്കാതെ ഇങ്ങനത്തെ അപ്പോ അല്ലെങ്കിൽ ലഡു ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾ എന്തായാലും കഴിക്കും. ഞാൻ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക.